ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയ ട്രാവൽ വ്ളോഗായിട്ട് വന്നേക്കാണ്. അപ്പോൾ നമ്മളിന്ന് മലേഷ്യക്കാണ് പോണത്. ഓക്കെ ഗൈസ്, ഇപ്പം നമ്മൾ കൊച്ചിൻ എയർപോർട്ടിലാണുള്ളത്. നമുക്ക് 10:40 ഫ്ലൈറ്റ്. അപ്പോൾ 8:45 നമ്മൾ ചെക്ക് ഇൻ ചെയ്യാനായപ്പോൾ സമയമെടുത്തു. ഇനി ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ഫ്ലൈറ്റിൽ കയറിയിട്ട് കാണാം. ഓക്കെ. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫ്ലൈറ്റിൽ കയറി. എൻ്റെ മൈക്കിൽ ചാർജ് തീർന്നു. ഏതുകൊണ്ട് ഞാൻ കുത്തിയിട്ട് സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ 10:30ആയി. ഇനി നമ്മൾ ഇവിടുത്തെ 2:30 എത്തും. അവിടുത്തെ 5:30. ഒരു 3 മണിക്കൂർ ഡിഫറൻസ് ഉണ്ട്. ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ട് കുറേ നേരം. ഇവിടുത്തെ 6:30ആയി. പക്ഷെ നമ്മളിവിടെ 5:20 എത്തിയതാണ്. ഇപ്പോൾ 6:30ആയി. കുറേ നേരം ഇവിടെ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി നിന്നു. പക്ഷെ നമ്മളവിടെ ഇപ്പോൾ 4 മണി ആയിട്ടുള്ളൂ. ഗൈസ്, ഇതാണ് നമ്മുടെ റൂം ടൂർ. വെൽക്കം. ഇതാണ് നമ്മുടെ ഇവിടുത്തെ വ്യൂ. പിന്നെ ഇവിടെ ഒരു റൂമുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഡേ അല്ല, നമ്മൾ വെളുപ്പിനെത്തി. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇവിടെ നിൽക്കും. നമ്മൾ ഇനി കറങ്ങാൻ പോവാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ്. നമ്മൾ ഇന്ന് പോകുന്നത് അക്വേറിയം ആൻഡ് ബേർഡ്സിനെ കാണാനാണ്. അപ്പം നമുക്ക് അവിടെ ഗൈസ്, ഇതാണ് ബേർഡ് പാർക്ക്. ഗൈസ്, നമ്മളിനി അകത്തേക്ക് കയറാൻ പോകാൻ. ഞാൻ വരുന്നില്ല എന്ന് ഞാൻ കൊറേ തവണ പറഞ്ഞത് തന്നെ. ഇവിടെ ബേർഡ്സ് ഓപ്പൺ ആണ്. അത് പറക്കും നമ്മൾ നടക്കുമ്പോ. ചേച്ചിക്ക് ബേർഡ്സിന് നല്ല പേടിയാണ്. ഇവിടെ അതല്ല, ഞാൻ ഇവിടെ തുറന്നിട്ടേക്കാണ്. നമുക്ക് അകത്തേക്ക് കയറാം ഗൈസ്. ഇതിലല്ലേ ഇവിടെ കിളികൾ കാണാൻ. അധികം നേരം നിക്കണ്ട. അമ്മായി അച്ഛന് കൊടുത്തോ. വലിച്ചോണ്ട് പോണ്ടേ? പശുക്കുട്ടീനെ വലിച്ചോണ്ട് പോണേ. അതെ, ഇത് ഏത് ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ. കുഞ്ഞി കുഞ്ഞി പക്ഷികൾ, അതൊന്നും പറക്കില്ല. ചെറുതാണ്, ചെറുത് കുഞ്ഞി തത്ത. അത് അതിനൊക്കെ പോയി തൊട വേണമെങ്കിൽ. വരൂ പത്തമ്മ, നോക്ക്. അച്ഛൻ തൊടണ ഇവിടെ 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 സിമ്പിൾ. അത്രേ ഉള്ളൂ. നൈസ് ബേർഡ്സ്. കൊത്തും, കൈക്ക് കൊത്തും ചെലപ്പോ. ഇങ്ങോട്ട് വരിക കുഞ്ഞു. അതിന്റെ ഉള്ളിൽ ഒരു മഞ്ഞിരിക്കുന്നു. അതിന്റെ ഉള്ളിൽ നല്ല രസമുണ്ടാവും ഫോട്ടോ. അത് അവിടെ നമുക്ക് കൊറേ ഉണ്ടത് പറക്കും. ഇതൊക്കെ തുറന്ന കൊത്തുവോ? ചെലപ്പോ കൊത്തത് നല്ല മൂർച്ചുണ്ടാവും. അടുത്ത
പക്ഷികളുള്ള സ്ഥലത്തേക്ക് പോവാണ്. ഇതുവരെ നമ്മൾ കണ്ടത് കുഞ്ഞു കുഞ്ഞു തത്തക്കുട്ടികളായിരുന്നു. ഇനി നമ്മൾ കുട്ടികൾക്ക് നല്ല കാണാൻ വലിപ്പമുണ്ട്. പോകുന്നത് അതിനേക്കാൾ ഭീകരമായതാവാം ചിലപ്പോ. നോക്കാം. തള്ളു. അന്തരീക്ഷം കണ്ടിട്ട് ഭീകരാവസ്ഥയാണ്. ഒന്നും കാണാനില്ലല്ലോ. മയിലാണോ? ആ മയില്. ഇതേ മയില്. അതെ മയില്. അതെ അതെ മയില്. മയില് പിന്നെ നമ്മളെ വീടിന്റെ ബാക്കിൽ സ്ഥിരം വരുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അതും മയിൽ തന്നെയാണ്. ആ അതെ നിൽക്കുന്നു. സ്റ്റാച്ചു പോലെ നിക്കണ ഫോട്ടോ എടുത്തോ. ഇവിടെ മീനുകൾ ഉണ്ട് നിറയെ. ഒരു 2 കൊക്കുണ്ട് ഇവിടെ. കൊക്കിനടുത്ത് നിർത്തോ. പക്ഷികൾക്കൊന്നും പേടിയില്ല. ആൾക്കാരെ കണ്ടിട്ടേ നമ്മൾ അടുത്തേക്ക് വന്നാലും പോവില്ല. ഇവിടെ ഇപ്പൊ രണ്ടാമത് കടന്നെടുത്ത് കുറച്ച് കൊക്ക് മാത്രമേ ഉള്ളൂ ഗൈസ്. ഇവിടെ അത് പറക്കണൊന്നുമില്ല. സ്റ്റാച്ചു പോലെ ഇരിക്കുക. അവിടെ കൊറേ മയിലും ഉണ്ട്. പിന്നെ എന്തോ കറുത്ത എന്തൊക്കെയോ പക്ഷി ഉണ്ട്. ഒരു മയില്. ഐ മേ ബി പ്രിറ്റി ബട്ട് ഐ ഹാവ് ആൻ ആറ്റിറ്റ്യൂഡ്. ഇതിനെ ഞാൻ കണ്ടു. അവിടെ മിണ്ടാതെ നടക്കണ്ടായിരുന്നു. ഞാൻ പോയിട്ടൊന്നും പറഞ്ഞില്ല. ഞാൻ വീഡിയോ എടുത്തു. ആ കമ്പിയിൽ നോക്ക്. അവിടെ മയിൽ നിൽക്കണ നോക്കിയേ. കൊറേ മയിലുണ്ട്. അവർക്ക് ഫോട്ടോ എടുക്കാൻ പോസ് ചെയ്ത് കൊടുത്ത് നിക്കുക. അത് പിന്നെ അതിന്റെ ഉള്ളിലുണ്ട് കൊറേ, പുറത്തുണ്ട് കൊറേ മയിലുകൾ. പിന്നെ പക്ഷെ നമ്മളെ വീടിന്റെ അടുത്തൊക്കെ ഇഷ്ടംപോലെ വരുന്നോണ്ടേ നമുക്ക് മയിലുകളോട് അത്ര. ഇത് ടർക്കി കോഴിയല്ലേ? ഇത് ടർക്കി കോഴിക്ക് ഇത്ര വലിപ്പമുണ്ടോ? ടർക്കി കോഴിയാണത്. 3 വലുത് അവിടെ ഇരിക്കണ്ട അതിന്റെ അടുത്ത് തന്നെ. കൊറേ മയിലുണ്ട്. മയിലാണ് കൂടുതല്. അത് കിളി പറഞ്ഞതാ. പക്ഷെ ഞാൻ വിചാരിച്ചത്ര കിളികളില്ല എനിക്ക് പേടിക്കാനായിട്ട്. കുറച്ചേ ഉള്ളൂ. സ്കാർലറ്റ് ഐബിസ്. ഫ്ലെമിംഗോ ഇല്ല. അതെ ഫ്ലെമിംഗോ. ഫ്ലെമിംഗോ അല്ലത്, വേറെ പേരാണ്. ചെറിയ ഫ്ലെമിംഗോ. ഇത് ഫ്ലെമിംഗോ അല്ല. അതിന്റെ ചെറിയ സാധനം സ്കാർലറ്റ് ഐബിസ്. നോക്ക് ഗൈസ്. ഓ എനിക്ക് ഫ്ലെമിംഗോന് ഇഷ്ടാ. പക്ഷെ വലിപ്പല്ല, ചെറിയ സാധന ഇത്. ഗൈസ് അവിടെ വൈറ്റ് പിക്കോക്ക് ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. അല്ല നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. ഫ്ലെമിംഗോ ഒക്കെ ഉണ്ട്. ബോർഡ് കണ്ടോ? ഇവിടെ കണ്ടിട്ട് വരാം. ഇതില് കണ്ടിട്ട് വരാം. അത് പക്ഷെ പീലി കൊള്ളില്ല. ഒടിഞ്ഞു പോയതാ മൊത്തം. ഇത് പിന്നെ മുള്ളമന്നിയുടെ തലയുള്ള കിളി. പേര് ബ്ലാക്ക് ക്രൗണ്ട് ക്രെയിൻ. ഗൈസ് അടുത്തത് സോൺ 3. ഇനി ഇവിടെ എന്ത് കിളി ആണെന്നറിയില്ല. ഇവിടെ സേഫാ. ഇത് കാണുന്ന കിളീനൊന്നും കാണാനില്ല ഇവിടെ. ഇവിടെ ഹോൺബിൽ. അതെ ഇവിടെ ഹോൺബിൽ, കാറ്റിലിഗ്രറ്റ്, റൈനോസ്. ഇവിടെ മൊത്തം ഹോൺബിലാണുള്ളത്. പക്ഷെ എനിക്ക് ഒന്നിനെ കാണാനില്ല. കൈ ചാടി കടിക്കുന്നു. ഇവിടെ ബേർഡ് പാർക്കിൽ കൂടുതൽ മീനുകളാണുള്ളത്. കടിച്ചണ്ട. ഗൈസ് അടുത്തത് സോൺ 4ലേക്ക് പോവാണ്. സോൺ 4 എന്തൊക്കെയോ ഭീകര ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെ ആകെ തത്തയും മയിലും മാത്രം ഉണ്ടായുള്ളൂ മലേഷ്യയിലെ ബേർഡ് പാർക്കിൽ വന്നിട്ട്.
ആ കയ്യില് വെക്കാൻ പറ്റില്ല. ഏ? എന്താ എന്താ? ഓ ഗൈസ്, ഇതെന്തൊരു അമ്മേന്റെ പേര്? മെക്കാവ് അല്ലേ? Guys, hi. Give me. I take your camera also. ഞാൻ നടക്കിരിക്കണ്ടേ? Thank you so much. എനിക്ക് പേടിയാ. നടുക്കിരുന്നോ? 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 ഇങ്ങോട്ട് കുറച്ചും കൂടി നീങ്ങിരുന്നോ? അച്ഛൻക്ക് ചെറുത് വെച്ചാ മതി. ഇതൊക്കെ ബാക്കിൽ വേണ്ട. കപ്പ് വേണ്ട. കരയൂലായിരിക്കും. കരഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ട് ആയിരിക്കും ചോദിച്ചു. അച്ഛൻക്ക് ചെറുത് മതി. അയ്യോ ചെറുതാ വെച്ചോ 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 കയ്യിൽ വെച്ചോ പേടിക്കണ്ട. കയ്യിൽ വെച്ചോ അച്ഛന്റെ കയ്യിൽ വെച്ചോ. 1 minute. Okay, smile. You have face. Video. കരയണ്ട, കരയല്ലേ, വീഡിയോ ആണ് എടുക്കണ കേട്ടോ. ഇതൊക്കെ കൂടുതൽ കുഞ്ഞുടനാണ് കരയണത്, പക്ഷേ ഇത്ര ശബ്ദമില്ല. Okay, done. ഐശ്വര്യക്ക് ഇവിടെ നിന്ന് കൊടുത്തതാണ് ഫോട്ടോ എടുത്തപ്പോ. ഞാൻ പേടിയായോണ്ട് കേറിയില്ല, അതിക്ക് നല്ല ഫോട്ടോ കിട്ടി. ഞാൻ കേറണില്ല, അത് പറഞ്ഞതാ. അച്ഛനെ കിളിയടിച്ചേക്ക് പോവാ. ഗൈസ്, ചേച്ചിയോടെ പേടിച്ച് വിറച്ച് നടക്കാണ്. ഇതിനെ കാണാൻ നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. കിളിയുടെ അടുത്തേക്ക് പറന്നു. നല്ല രസമുണ്ടല്ലേ കളർ. വേഗം ഇറങ്ങണം. ആ പൈസ കൊടുത്താലേ അവര് ആ കുപ്പിയില് ഫുഡ് തരും. അപ്പൊ കയ്യിൽ പേടിപ്പിക്കണ്ട. ഗൈസ്, ആ ഒരു 2 പക്ഷിനെ കാണാൻ നല്ല രസമുണ്ട്. ആ പച്ച നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട് കേട്ടോ 2 എണ്ണം. ആ 2 മൂലക്കായിട്ട് നിൽക്കുന്നത് കൂട്ടിലാണ്. ഗൈസ്, നല്ല ഭംഗിയുണ്ട് ഇതിനെ കാണാൻ. അയ്യോ, ഇതെന്താവൂലേ? ഗൈസ്, സൂം ചെയ്തെടുക്കുക. കൈ പിടിക്കണത് കൈ പിടിച്ചത് ആ അപ്പോഴാണ് കേട്ട്. അതന്നെ ഒരു മുറൈ വന്ന് ഇത് കൊടുത്തോ അതാ കൊടുത്തോ. ഇത് അതിന് കൈ നീട്ടി വെച്ചിട്ട് കൊടുത്താൽ മതി. എന്നാ
ഇത് കൊടുക്കണ്ടേ? ഇത് കൊടുത്തോ മിന്നൂസ്? ഉണ്ടാ എന്നാ കൊടുക്ക്, അടുത്തേക്ക് നിന്ന് കൊടുക്ക്. അതിലേക്ക് മേടിക്കാൻ പറ്റില്ലേന്. കൊടുക്കടേ. അത്രേ ഉള്ളു. ഇവിടുന്ന് ഫോട്ടോ എടുക്കണോ? ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് തിരിഞ്ഞു. ഗൈസ് ഇത് ചത്ത വൾച്ചർ, അതിനെ ശരിക്ക് വെച്ചേക്കണ്ട. ഇരുന്നതാണ്, പക്ഷെ ഇതിപ്പോ പക്ഷെ ഇത് DK ആവാണ്ട് വെച്ചിട്ടുണ്ട്. ഒറിജിനൽ. നീ ശരിക്കും ചത്തനെ തൊട്ടേ. അയ്യേ എടി, അത് ആണ്. ഇവിടെ കൊറേ ഉണ്ട്. ചത്തനെ തൊട്ടില്ലേ? സ്കെൽറ്റൺ ഓസ്ട്രിച്ചിന്റെ. ഇത് റിയ. ഇതാണ് മയില്. ഇത് അമ്മേ ഇവിടെ നിറയെ ഉണ്ട്. ഇതൊക്കെ വേറെ ഔൾ, ഈ മലായ് ഈഗിൾ ഔൾ. ഞാൻ വേർത്ത് കുളിച്ചു. ഈ ബേർഡ് പാർക്കില് കൊറേ തത്തയുണ്ട്, കൊറേ മയിലുണ്ട്. വലിയ കാര്യമായിട്ടൊന്നുമില്ല, പക്ഷെ എന്തൊക്കെയോ ഉണ്ട്. നമ്മൾ മയിലിന്റെ അടുത്താണ് ഇപ്പൊ ഉള്ളത്. പോയി അത്. ഇതേ പോണു എന്റെ ബാക്കിൽ മയിൽ. ഗൈസ് അടുത്ത് നമ്മളൊരു ഒരു കറുപ്പ് സാധനം, ഒരു സ്വാൻ പോലത്തെ ഒരു സാധനം, അതിന്റെ അടുത്തേക്കാണ് പോണത്. എല്ലായിടത്തും മീൻ കൊറേ ഉണ്ട്. താറാവും ഉണ്ട് ഗൈസ് അവിടെ. പിന്നെ കൊറേ കോഴികളും ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിലുള്ളതൊക്കെ. ഗൈസ് ഇവിടെ ഫ്ലെമിംഗോ, പക്ഷെ ഇത് വൈറ്റ് ഫ്ലെമിംഗോ. എനിക്ക് പക്ഷെ പിങ്ക്, ഫുൾ പിങ്ക് ഫ്ലെമിംഗോന് ഇഷ്ടം. പക്ഷെ എന്റെ കാല് പിങ്ക് കളറാ. കുഞ്ഞു ഹുസൈൻ എന്റെ അടുത്തേക്ക് വരുത്തിയാൽ ഞാൻ എന്റെ കൈ. പിന്നെ ഗൈസ് ഇവിടെ കുറെ കീരി, ഉടുമ്പ്, ഫ്ലെമിംഗോ, കുറെ ഫ്ലെമിംഗോ ഉണ്ടായിരുന്നു. എല്ലാം കൂടെ ഒറ്റയടിക്ക് പറന്നു വന്നു. പിന്നെ വീണ്ടും കുറെ ദേ ഇവിടെ ഉണ്ട്. പിന്നെ കൊറേ ഒറ്റയടിക്ക് അതിവിടെ മീൻ പിടിക്കാൻ വേണ്ടി നിൽക്കുക. ഇവിടെ താഴെ ഒരു ചെറിയൊരു ഇത്തിരി വെള്ളത്തില്, പക്ഷെ അതിന് മീനെ കിട്ടും. അടുത്തത് നമ്മളിവിടെ ഒരു മോസ്കിലാണുള്ളത്. അവിടെ നമ്മളിട്ട് ഷോർട്ട് ഡ്രസ്സ് പാടില്ല, അതുകൊണ്ട് കുഞ്ഞുസിന് കറക്റ്റ് മുസ്ലിം ലുക്ക് ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇത് റെയിൻകോട്ട് ഇട്ട പോലെ ഉണ്ട്. അച്ഛനും എവിടെ ഇവിടെയാണ് ഒരു ഫൗണ്ടൻ ഉള്ളത്. ഇവിടെ എന്തുണ്ട്? ഇതൊക്കെ ഇവിടുത്തെ പ്രൈം മിനിസ്റ്റേഴ്സിനെ കുഴിച്ചിട്ട ടോംബാണ്. ഇവിടെ ഇതിന്റെ മുകളിൽ നല്ല ബാക്ക്ഗ്രൗണ്ടാണ്, മഞ്ഞ കളർ സാധനം. പ്രേതത്തിനെ പോലെ നടക്കുന്നത്. ഇതാണ് ഇവിടുത്തെ മെയിൻ പ്രയർ ഹാൾ.
ഗൈസ് ഇതാണ് നമ്മൾ അടുത്തത് പോവാൻ പോണ മോസ്ക്. ഗൈസ് അടുത്തത് നമ്മള് മലേഷ്യയിലെ അക്വേറിയം കാണാനാണ് വന്നത്. ഇതെന്തൊരു മാൾ, ഇത് ഇത് KLCC അക്വേറിയം ഇതിനകത്താണ്. അപ്പൊ നമ്മൾക്ക് അകത്തേക്ക് പോവാം. പിരാന. So for your information, in another 5 minutes, we're going to have another filling station here short at 4:30 p.m. So I invite everyone to stay in front of these plants to see the outdoor tour in the answer. So thank you so much. ഇതില് ഗപ്പിയാണുള്ളത്. വളരെ പാമ്പല്ല, ഇത് എന്തോ ഒരു സാധനം. പച്ചിലപ്പാമ്പ്. ഇത് വേറൊരു സാധനം. ഗൈസ് ഇത് കിടന്ന് ഉറങ്ങാണ് ഇവിടെ. നമ്മൾ സിനിമയിലൊക്കെ കാണാൻ പറ്റിയ ഇട്ടുകാരി. ഇത് അർജന്റീന ഹോണ്ട് തവള. ഈ ഞണ്ട് ഇത് കണ്ട കാലം ഉറങ്ങാൻ തോന്നുന്നുണ്ട്. ഈ ഞണ്ട് മംഗൂസ്. ഇത് ഇവിടത്തെ മംഗൂസിന്റെ ഫീഡിംഗ് ടൈമാണ്. മലേഷ്യൻ മണ്ണിര. ഒരു വലിയ പച്ചത്തുള്ളനും പച്ചത്തുള്ളനും ബ്രൗൺ തുള്ളനും ഉണ്ട്. റെഡ് കളർ പാമ്പ്. മിൽക്ക് സ്നേക്ക്. മറ്റേ സിനിമയിലെ മീൻ എന്ത് പേരെന്തായിരുന്നു? റെഡ് ആൻഡ് വൈറ്റ്. എനിക്കിഷ്ടായി. അന്നൊന്നും മേടിക്കാൻ കിട്ടില്ല. ഇതിന്റെ പേരെന്തായിരുന്നു? മറ്റേ സിനിമയുടെ ഈ സിനിമയുടെ പേരെന്തായിരുന്നു? ഈ മീനിന്റെ മെമോ സിനിമയിലെ മീൻ. വലിയൊരു മീൻ. തോമസ് ഹൈഡ് വേ. നല്ല രസമുണ്ട് ഇതിനെ കാണാൻ. ഗാർഡനിലും സ്റ്റാർ ഫിഷും. ഇത് സീ ഹോൾസും. ഇതെന്ത് മീനാണ്? ഗുമ്മാക്കാനുള്ള പോലെയുണ്ട്. ഗൈസ് ഇവിടെ കൊറേ വെറൈറ്റി ടൈപ്പ് മീനുകളുണ്ട്.
വലിയ ആരാപ്പയ്മ, ഇത്ര വലിയ ആരാപ്പയ്മ ഞാൻ കണ്ടിട്ടില്ല. വലിയ പിരാന, എന്നേക്കാ വലുതാണിത് ഗൈസ്, എന്നേക്കാ വലിയ പിരാന. അതിന്റെ ഉള്ളില് വേറെ ആരാപ്പയ്മ ഉണ്ട്, ചെറുത് പിന്നെ വലുത്. വലിയ ലോബ്സ്റ്റർ, ഭയങ്കര വലിപ്പം. അതിന്റെ വലിയ കൊമ്പാണ് കഴിച്ചത്. അതിന് പൊന്തിക്ക്. ആര് കാണണ്ട. അടുത്ത് നമ്മൾ ടണലിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ്. Capturing devices are not allowed inside the tunnel. Strollers and wheelchairs will go through the left side of the tunnel. Kindly reach out to any of our staff nearby. തെരണ്ടിയുടെ വാലിന്റെ നീട്ട ആ തെറ്റം തൊട്ട് ഈ തെറ്റം വരേണ്ടത്. ഇത് എന്താ സാധനം? എന്തോ വായ തുറക്കണ്ടത്. ഈല ഷോക്ക് അടിക്കണം എന്തോ സാധനം. അത് അതിന്റെ ബാക്കി അതിന്റെ ഉള്ളിലാണ്. ഇവിടെ ഒക്ടോബസ് ഓക്കെ ഗൈസ്, അപ്പൊ ഇന്നത്തെ കറക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി റൂമിലേക്ക് പോവാണ്. ഇപ്പൊ ഇവിടെ 5:45 ആയി. നമ്മളവിടെ 3:15 ഗൈസ്. ഇനി നമ്മള് റൂമിലേക്ക് പോവും. ഇന്ന് തന്നെ കൊറേ വീഡിയോ ഉണ്ട്, കൊറേ കാണാനുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് സ്ഥലങ്ങൾ ഉണ്ടായില്ല. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ അതുവരെ ബൈ ബൈ.